പ്രിയപ്പെട്ട അലക്സ് അച്ഛ, ഗായത്രി, ശരത്, മിസ് മഞ്ജിത്ത്, ഓൾ ടൂർമേറ്റ്സ്, 4 ദിവസത്തെ ബാലിയും 2 ദിവസത്തെ സിംഗപ്പൂരും നമ്മുടെ ജീവിതത്തിൽ പക്ഷെ ഒരിക്കലും മറക്കാത്ത ഓർമ്മകൾ വഴിയാണ് നമ്മൾ തിരിച്ചു പോകുന്നത്. ജീവിതത്തിൽ ഒരിക്കലും മറക്കാത്ത ഓർമ്മകൾ വഴിയാണ് നമ്മൾ തിരിച്ചു പോകുന്നത്. ബാലി ഇത്ര മനോഹരമായിരുന്നു. എസ് കെ പട്ടിക്കാടിന്റെ പാഠം നമ്മൾ പഠിച്ചപ്പോൾ കൂടി ഓർത്തിരുന്നില്ല. അതുപോലെ എസ് കെ പട്ടിക്കാട് 60കളിൽ പോയതും നമ്മൾ ഈ 2025 പോയതും തമ്മിൽ ഒത്തിരി വ്യത്യാസം വന്നിട്ടുണ്ടായിരുന്നു. ഇത്ര പ്രകൃതി രമണീയത എല്ലാവർക്കും ബാലിയെ ആ 4 ദിവസം വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു. ഗായത്രിയും ശരത്തും അവിടുത്തെ ലോക്കൽ ഗൈഡ്സും എല്ലാം നമ്മളെ ഒത്തിരി സപ്പോർട്ട് ചെയ്തു. നമ്മളെല്ലാ സ്ഥലവും നല്ല ഭംഗിയായിട്ട് കണ്ട് ആസ്വദിച്ച് ഒത്തിരി ഫോട്ടോ എടുത്തു. അലക്സ് അച്ഛനാണ് എല്ലായിടത്തും ഉണ്ടായിരുന്നു നമ്മളോടൊപ്പം. അത് കഴിഞ്ഞ് 2 ദിവസം സിംഗപ്പൂരിൽ ഞാൻ 2007 ഞാനിവിടെ വന്ന് 2 ദിവസം ഇവിടെ താമസിച്ചായിരുന്നു. പക്ഷെ ആ സിംഗപ്പൂരിൽ അല്ലത്. ആ ഷീ ടോൾഡ് ജസ്റ്റ് ചേഞ്ച് എ ലോട്ട്. I have been to Singapore in 2007, both of us. This is not the same Singapore. I think that time, I think none of the things that we have seen today was not there that time. And you have well explained everything. The transition of the city, Singapore, the country, the city, the town, the village, everything you explained very well. Except for politics. And the languages, the heritage of the people living here, everything are well explained. Thanks to you on behalf of everybody. I will give a small gift to you. Okay. Please accept it. Thank you so much, sir. Yeah. Alexander, നമ്മുടെ ഗൈഡൻസ്, നമ്മുടെ ഇൻസ്പിറേഷൻ, നമ്മുടെ മോട്ടിവേഷൻ, നമ്മുടെ ലീഡർ എല്ലാമായ അലക്സ്. ഞാൻ ഒറ്റപ്പെട്ട 6ാമത്തെ ടൂർണമെന്റാണ് പോകുന്നത് കേട്ടോ. ഈ ഒരുമിച്ച് പോകുന്നത്. പക്ഷെ എല്ലാ ടൂറിലും ഉണ്ടായിരുന്ന 2 പേര് ഞാൻ ഇതിനെ മാത്രമായിരുന്നിരിക്കും. ഇതിനുള്ള പല ടൂറുകളും ഉണ്ടായിരുന്നെങ്കിലും അച്ഛനോടൊപ്പം നിങ്ങൾ ഇവിടെ പോയ ആ ഒരു ടൂർ ഞാനില്ലായിരുന്നു. ബാക്കിയുള്ള ഒരുപക്ഷെ മാക്സിമം നമ്പർ ഓഫ് ടൈംസ് അച്ഛനോടൊപ്പം ടൂർ പോയി ഞങ്ങളുടെ ഫാമിലീസാണ്. ഇതിൽ പരിചയമില്ലാത്ത ആൾക്കാരൊക്കെ പല സാധാരണ നമുക്ക് ചാനശ്ശേരിയിൽ മാത്രമായിരിക്കും എറണാകുളത്ത് നോക്കി ആൾക്കാർ ജോയിൻ ചെയ്തെങ്കിലും അവരെ ജോയിൻ ചെയ്യാൻ കാരണമായ ആൽഫിയ ഈ സമയത്ത് സ്മരിക്കുന്നു. ആൽഫിയ എന്ന് പറഞ്ഞിരുന്നു. അവർ 6 or 7 പേര് ഒരുമിച്ച് രജിസ്റ്റർ ചെയ്യുന്നത്. ഞങ്ങൾക്കും ആൽഫിയുടെ ഭർത്താവിനെ ആ സമയത്ത് ഒരു പരിപാടിക്ക് കൂടി കൊണ്ടുപോകാത്ത ആളായിരുന്നു. ഞങ്ങളൊക്കെ വളരെ സുഹൃത്തുക്കളായിരുന്നെങ്കിൽ എന്ത് മാറി നിൽക്കുന്ന ആളായിരുന്നു. ആൽഫി ഞങ്ങളുടെ കൂടി ഞങ്ങളുടെ ഗെറ്റ് ടുഗദേഴ്സ് എല്ലാവരും പാടും. റിട്ടയർ അസോസിയേഷൻ മീറ്റിങ്ങുകൾക്ക് വരുമായിരുന്നു. അങ്ങനെ ഞങ്ങളോട് ഒത്തുപോയിക്കൊണ്ടിരുന്നു. അങ്ങനെ സർഗക്ഷേത്രത്തിൽ ജോയിൻ ചെയ്തു. സർഗക്ഷേത്രത്തിലെ എല്ലാ പരിപാടികൾക്കും വരും. വളരെ ആക്റ്റീവായിരുന്നു. അങ്ങനെ ഈ ടൂർ അനൗൺസ് ചെയ്തപ്പം പ്രിൻസിനെ എന്നെ വിളിച്ചു പറഞ്ഞു ഞങ്ങൾ എല്ലാവരും വരുന്നുണ്ട്. ഞാൻ മാത്രമല്ല, ചേച്ചിമാരുടെ മോളുണ്ട്. അങ്ങനെ പറഞ്ഞു. 7 പേരാണോ 8 പേരാണോ രജിസ്റ്റർ ചെയ്ത് ഞാൻ ഓർക്കുന്നില്ല. 7 പേര്. അതുകൊണ്ട് നമുക്ക് ഈ കൊടുത്തതാക്കിയില്ലാത്തൊരു സങ്കടമായിട്ട് തോന്നുന്നുണ്ട്. പിന്നെ നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്ത എല്ലാവർക്കും അച്ഛൻ പറഞ്ഞല്ലോ, ഇത് നമ്മുടെ ഫൈനാൻസ് സൊസൈറ്റിയുടെ പ്രോഗ്രാമാണ്. ഫൈനാൻസ് സൊസൈറ്റിയുടെ ആദരണീയ സെക്രട്ടറി വിളിക്കൊണ്ട് സെക്രട്ടറിക്കും പ്രത്യേകം നന്ദി പറയുന്നു. ഓരോരുത്തർക്കും നന്ദി പറയുന്നത് മനോഹരമാക്കി നമ്മുടെ കൊച്ചുമോളോട് മനോഹരമായിട്ടുണ്ട് 2 വാക്ക് പറഞ്ഞു. മോളെ എന്നോട് പറഞ്ഞു ജപ്പാനിൽ പോകുമ്പോൾ അവളെ കൂടെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ജപ്പാനിൽ പോകുന്ന കാര്യം പറഞ്ഞിരുന്നു. അവളെ പോവുകയാണെങ്കിൽ കൊണ്ടുപോകാൻ കേട്ടോ. ഞങ്ങൾക്ക് പ്രായച്ചെന്നവരാണ്. എപ്പോഴാ ഞങ്ങളൊക്കെ ഇല്ലാതാകാന്ന് അറിയത്തില്ല കേട്ടോ. ഞങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് ആരോഗ്യമൊക്കെ ഉണ്ടെങ്കിൽ പോകാം കേട്ടോ. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നന്ദി പറയും കേട്ടോ. നമ്മള് ഒരു നന്ദിയുടെ വാക്ക് നമ്മുടെ പ്രിൻസിനും നല്ലപോലെ ഞാൻ കൊടുത്തുണ്ടായിരുന്ന പ്രിൻസ് ആയിരുന്നു. ഓർഗനൈസേഷൻ എല്ലാം ചെയ്ത പ്രിൻസ് ആയിരുന്നു. ഫിക്സ് ചെയ്യില്ല. സോ എല്ലാവർക്കും വേണ്ടി പ്രിൻസിന് നന്ദി പറയും കേട്ടോ. ഓക്കെ, താങ്ക് യു.